പരീക്ഷ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് പരീക്ഷ എഴുതി, വീണ്ടും 2019 തോറ്റു, ഡിപ്രഷനായി, മുറിയടച്ചിട്ടു, മിണ്ടാണ്ട് അവിടെ ഇരിപ്പാണ്. എന്നെ ആര് രക്ഷിക്കും? ഞാൻ ദുർഭകനായ മനുഷ്യ. പറഞ്ഞേ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലെ മരണത്തിന് അധീനമായ ഈ ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കാത്തവരാരുമില്ല. ആരെന്നെ മോചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഒരു പുസ്തകം മാത്രമേ മറുപടി. അതാ ജീവിതത്തിൽ ജപ്തി ആയാലും, ബിസിനസ് തകർച്ചയായാലും, പരീക്ഷ തകർച്ചയായാലും, ആരോഗ്യ തകർച്ചയായാലും ചില സമയത്ത് തകർന്നു പോകാം. അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? ആരെന്നെ മോചിപ്പിക്കുമെന്ന് മനുഷ്യരാശിയുടെ ഒപ്പം പക്ഷം നിന്നുകൊണ്ട് ചോദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ആരെന്നെ മോചിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ് ബൈബിൾ. ബൈബിളിനൊരു കയ്യടി കൊടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ആവലാദികൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞങ്ങൾക്ക് തരുന്നത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? അടുത്ത വരി വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാണ് മോചിപ്പിക്കണത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മോചനത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. ഇവൻ പറയണത് എന്താ? ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയി കാണണം, എനിക്ക് ഏതാണ് നല്ല സൈക്കോളജിസ്റ്റ് ടൗണിലുള്ളത്, ആരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരണത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് ദൈവം വരും. എന്താണ്? മൊബൈലിലൂടെ തന്നെ വരും. ഇതാണ് വഴി, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. 30:21. ഐസയ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. നീ അനുഗമിക്കണ ദൈവവും നിന്നെ അനുഗമിക്കണ ദൈവവും. സ്പിരിച്വാലിറ്റിയിൽ 2 സെക്ഷനുണ്ട്. ഒന്ന് നിന്നെ അനുഗമിക്കണ ദൈവം, നീ തകർച്ചയിൽ വീണ് പോകുമ്പോൾ കോരിയെടുക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന നിന്നെ കോരിയെടുക്കണ ദൈവം, നിന്നെ അനുഗമിക്കണ ദൈവം. രണ്ടാമത്തേത് എന്താണ്? നീ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നീ അനുഗമിക്കണ ദൈവം. അതാണ്. അപ്പം നമ്മുടെ പിന്നിലാണ്. ഇപ്പം സ്വരം കേട്ടത് എന്താണ്? നീ ഇടത്തോട്ടോ, ആരെന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോഴേ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. കണ്ടാ? പിന്നിൽ നിന്നുള്ള സ്വരം ദൈവം വരിക. ഈ പിന്നിൽ നിന്നുള്ള സ്വരം ഇവൻ എങ്ങനെയാണ് കേൾക്കണത്? അവനങ്ങനെ മൊബൈൽ മറിച്ച് നോക്കുമ്പോൾ ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. ആ സാധനം ദൈവത്തിൻ്റെ സ്വരമാണ്. ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. അപ്പോൾ അവൻ അവിടെ മുറി തുറന്നിട്ട് അവനത് ക്ലിക്കാവും. ഇവൻ ആരാ തിരക്കിയത്? ആരാ തിരക്കിയത്? ഒരു സൈക്കോളജിസ്റ്റാണ് തിരക്കിയത്. അങ്ങനെ ദൈവം സൈക്കോളജിസ്റ്റല്ല കൊടുക്കുന്നത്, ഒരു ഉടമ്പടി സാക്ഷ്യമാണ് കൊടുക്കുന്നത്. അത്രയുമാണ് മതി. അത് സുവിശേഷമാണ്. ഇന്നത്തെ കേരള ജനതയുടെ മനസ്സിലുള്ള ഒരു ആശയമാണ്. എന്താണ്? കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.
കാര്യം മാത്രം. ദിസ് ഈസ് ദ പ്രൈമറി ഫസ്റ്റ് ഹാൻഡ് നോളജ്. ഇന്നത്തെ മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നോഷൻ ഓഫ് റിഡംഷൻ, കൃപാസനം, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇത് കേട്ടപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി. അവനെന്താ പറയണത്? എനിക്ക് ഈശോയുടെ അധികം ബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് മാതാവിനോട് ഭയങ്കര ബന്ധമായിരുന്നെന്ന്. ഇപ്പോഴല്ല, പണ്ട്. എനിക്ക് ഈശോയുടെ അധികം ബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് മാതാവിനോട് ഭയങ്കര അടുപ്പമാണ്. എന്താ കാര്യത്തിൽ? ഞാൻ പണ്ട് വല്ലാർപാടം പള്ളിയിൽ എല്ലാ സന്ധ്യയ്ക്കും പോയി മാതാവിനെ കാണുമായിരുന്നെന്ന്. ഇതാണ് എക്സ്ട്രാ കരിക്കുലം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത്. കരിക്കുലത്തിലില്ല, ഈശോയിൽ അവന് വിശ്വാസം അടുപ്പമില്ല. പിന്നെ എന്താണ് എക്സ്ട്രാ കരിക്കുലം നമ്മൾ ചെയ്യുന്നത്? അതായത് എന്തുകൊണ്ട് വൈ വി പ്രൊമോട്ട് മേരി? എന്താ കാര്യം എന്താണ്? സാധാരണ മനുഷ്യന്, വീണുപോയവന് താങ്ങാൻ അമ്മയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പം അന്ന് അമ്മയുമായിട്ട് ഒരു കാലത്ത് ഇവനൊന്ന് പച്ചപ്പിടിച്ച് വരുന്ന പഠനകാലങ്ങളിൽ അമ്മയുമായിട്ട് ഇത്തിരി അടുപ്പം ഉണ്ടായിരുന്നു. അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇവൻ ചത്തതുപോലെ കിടക്കുകയാണെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മ ആ ഉടമ്പടി ധ്യാനം കാണിച്ചു കൊടുത്ത ആദ്യം. അമ്മ വന്നെ വരവ് കണ്ടില്ലേ? ആളെ പതുക്കെ ഈ ആളെ ടേക്കപ്പ് ചെയ്യാൻ പോയി. ഇവൻ 0 ആയിപ്പോയി. സൈക്കോളജിസ്റ്റിനെ കാണുന്നത് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക്, ഡിപ്രഷൻ മൂഡിലേക്ക് തൻ്റെ മകൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ അവൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്, ഉടമ്പടി. അപ്പോൾ അന്ന് പോലെ അവൻ്റെ മനസ്സിൽ തോന്നി മാതാവിൻ്റെ അടുത്ത് വരണം, ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ട്. പറയും, ഉടമ്പടി ഒന്നും എടുത്താൽ എനിക്ക് പറ്റത്തില്ല, കാരണം കേൾക്കുമ്പോൾ ഭയങ്കര പാടാണല്ല. ഉടമ്പടി ജഡിക മനുഷ്യന് ഭയങ്കര പാടാണ്. എനിക്ക് ആദ്യം ദൈവം ഉടമ്പടി തന്നപ്പോൾ ജഡിക മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടി ചെയ്തത്. അല്ല എല്ലാത്തിനും വരച്ചു വാരി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് അല്പമെങ്കിലും തീപ്പൊരിയുള്ളവൻ ഊതിക്കത്തിച്ച കത്തണ കക്ഷികൾക്ക് മാത്രമാണ് ഉടമ്പടി അന്നും ഇന്നും സംലഭ്യമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൈനനയാതെ, ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ, ദൈവത്തിൻ്റെ സാക്ഷിയാകാതെ, സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഈ സ്വർഗീയ അവകാശത്തെ പങ്കാളികളാകരുത് എന്നുള്ള ബോധമാണ് അമ്മ എനിക്ക് ഉടമ്പടി പുസ്തകം എഴുതുമ്പോൾ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള ബേഡൻസ് വെച്ചിട്ടുണ്ട്. എന്താണ്? കൃപാസനം പത്രം കൊണ്ട് നടന്ന് കൊടുക്കണം, മഴയത്തും വെയിലത്തും. പോരെ പരിപാടി. നാണം കട ഇതിനേക്കാൾ വലിയ കാര്യം എന്തുണ്ട്? ഒരു മനുഷ്യൻ നാണവും മാനവും ഉള്ളവനാണ്. അവനെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാത്ത അതിബോധ്യങ്ങളുണ്ടെങ്കിൽ അവന് ഉടമ്പടിയിൽ പങ്കുണ്ടാകരുതെന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കണത്. അല്ല വഴിയെ പോയുള്ളവന് കയറി ഇതിൻ്റെ അകത്ത് പണിയാനൊന്നും പറ്റത്തില്ല. അതായത് ദൈവത്തോട് അല്പമെങ്കിലും അടുപ്പമുള്ളവനെ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവസ്നേഹം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ദൈവം ആദ്യം ഉടമ്പടി തന്നത്. അതുകൊണ്ട് തന്നെ രോഗികളെ പോയി കാണണം. അപ്പോൾ അവൻ രോഗികളെയും കാണണം. ഇനി ഏത് രോഗികളെ കാണാനാണ്? രോഗികളെ ഞാനെങ്ങനെ കാണും? വീട്ടിൽ തന്നെ രോഗമുണ്ടെങ്കിൽ അവന് ഭയങ്കര പ്രയാസമാണ് ഈ രോഗികളുടെ അടുക്കണത്. സുഖപ്പെട്ട് വരട്ടെ എന്നുള്ള രീതിയിലല്ലാതെ അവരെ പരിചരിക്കുക, അവരോട് ചോദിക്കുക. നമുക്കറിയാമല്ലോ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. നല്ല വീട്ടിലെ ക്ഷമ, സഹനം, കരുണ, നന്മയൊക്കെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയുടെ വിഷമങ്ങൾ ഇരട്ടിക്കുള്ളൂ ശരിക്കും. കാര്യം നമ്മളിങ്ങനെ അവരുടെ പുതപ്പൊക്കെ കറക്റ്റ് ചെയ്തേച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നേച്ചും പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് മൂത്രമൊക്കെ കഴുകിയൊക്കെ മാറ്റിയിട്ട് വീഴുമ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് പോയി കിടക്കണം കാണാം. അത് പിന്നെ ഒരു കണക്കിന് റബ്ബർ ഷീറ്റ് ഇട്ടുവെച്ചും നമ്മൾ ആ തോർത്ത് കൊണ്ടുപോയി വാഷ്റൂമിൽ ഇട്ടുവെച്ചും ഈ പണ്ടാരത്തിന് ചാകാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലോർക്കാതെ ഒരു രോഗി മരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബങ്ങളുടെ അവസ്ഥ. പക്ഷേ ഈ രോഗിയുടെ വിശുദ്ധീകരണമല്ല ഉദ്ദേശിച്ച ദൈവം. ഈ രോഗിയെ നോക്കാൻ വേണ്ടി ഒരാളവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ക്ലാവ് പിടിച്ച ക്രിസ്ത്യാനിയെ
അവൻ എന്ത് ജാതിപ്പെട്ടവനായാലും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ആരാ? ക്രിസ്തുവിന് വേണ്ടി. അവൻ ചിലപ്പോൾ മാധവനെന്ന കാർത്തികെന്നൊക്കെയും പേര്, പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനി ആയിരിക്കും, ദൈവത്തോട് വിശ്വാസമുള്ള ആളായിരിക്കും. അവരുടെ ഉള്ളിൽ വല്ല ക്ലാവ വല്ലതും ആത്മാവിനുണ്ടെങ്കിൽ ദൈവം തേച്ച് മിനുക്കി വെളുപ്പിക്കണ കാലമാണ് ഈ രോഗികളൊക്കെ വീട്ടിൽ കിടക്കണ കാലം എന്ന് പറഞ്ഞത്. ഈ ഉടമ്പടി വിളക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ തിളങ്ങി നിൽക്കണത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ തിളങ്ങി അങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ലോ. ഇതിനെ കൊണ്ടൊക്കെ ഇട്ട് കഴുകും കുറച്ച് കഴിയുമ്പോൾ. ചേച്ചിമാർ കൊണ്ടുപോയി ബ്രാസോയിട്ടൊക്കെ പിടിപ്പിച്ച് ഉരപ്പിച്ച് ഇതിൻ്റെ കഷ്ണമൊക്കെ ഊരിയെടുത്തിട്ട് കൊണ്ട് മിനുക്കി പണി ചെയ്യണത്, മിനുക്കി കൊണ്ടുവന്ന് വെക്കണത്. പിന്നെ എറണാകുളത്ത് നിന്ന് ഒരു ചേട്ടായി ഒരു മരുന്നും കൊണ്ടുവരും. ഒരു ദിവസം മുഴുവനും രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം തേച്ച് മിനുക്കും, ചേട്ടായിയും ചേട്ടായിയുടെ ഭാര്യയും കൂടി. അവർക്കിതിൻ്റെ പണിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് മിനുക്കി കൊടുക്കണം, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കത്തണ വിളക്കല്ലേ, മിനുങ്ങിയിരിക്കട്ടെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തണ വിളക്കാണ് നമ്മൾ മിനുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുടെ സ്വാർത്ഥതയുടെ, നമ്മളുടെ വൈരാഗ്യത്തിൻ്റെ, നമ്മളുടെ അങ്ങനെയുള്ള ക്ലാവുകൾ ദൈവം കഴുകിക്കളയണത് കുമ്പസാരത്തിലൂടെയല്ല, മറിച്ച് ഒരു രോഗിനെ വീട്ടിൽ തന്നുകൊണ്ടാണ്. ഒരു രോഗിനെ വീട്ടിൽ തരുമ്പോൾ നിനക്കറിയാമല്ലോ, ഒന്നാമത്തേൽ നിനക്ക് മര്യാദയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? രോഗിക്കുള്ള ഭക്ഷണങ്ങൾ പല വ്യത്യാസമുള്ള ഭക്ഷണങ്ങളായിരിക്കും. പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ മരുന്നും മണവും ഒക്കെ ആയത് കാരണം നിനക്ക് ആ രോഗി കിടക്കുന്ന മുറി കയറിക്കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ ആണ് നീ പുണ്യപൂർണ്ണമായിട്ട് വരണത്. മനസ്സിലായില്ലേ? പണിയാണേ, നിസ്സാരമല്ല. കൃപയുടെ വഴികൾ അങ്ങനെയാണ് വെച്ചിരിക്കണത്. അല്ലാതെ ആരും ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല. കുരിശുരൂപം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ്. ഇതിന് കഷ്ടപ്പെട്ട് തന്നെയാണ്, പാപത്തിന് പരിഹാരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെയൊക്കെ ചോദിക്കും. കർത്താവ് എനിക്ക് വേണ്ടി തൂങ്ങി മരിച്ച് കഷ്ടപ്പെട്ട് പങ്കപ്പാട് അനുഭവിച്ചല്ല എന്നിങ്ങോട്ട് എൻ്റെ ഓഹരി തരാൻ പറഞ്ഞാൽ പറയും, നീ അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും, നിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും, നിൻ്റെ പേയ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം. വേറെ ആരുടെ നാമത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ചേട്ടായി, നിങ്ങളെ ഓർത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത്. ഭയങ്കര പാടാണ് കേട്ടാ. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കണം ഞാനാണ്. കാര്യം 3 കുഞ്ഞുങ്ങളുണ്ട്, ഒരു തള്ളയും. ഭർത്താവ് വീട്ടിലില്ല. അമ്മായി അമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ തക്കത്തിന് അവർ സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കുകയാണ്. മനഃപ്പുറം പോയതാണെന്ന് നമുക്കറിയാം, അവർക്കും അറിയാം. പക്ഷെ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവർക്കിടെ കുഞ്ഞുങ്ങൾക്ക് പോയി നോക്കേണ്ടത് ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ചിന്ത. ഇങ്ങനെ അഴുക്ക് പിടിച്ച ചിന്തകളുമായിട്ട് ജീവിക്കുന്ന അമ്മായിയമ്മമാരും ഉണ്ട്, മരുമക്കളുണ്ട്. അമ്മാമ്മയൊക്കെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ അതൊക്കെ ഇവിടെ നിന്ന് ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ മരുമക്കൾ കിട്ടിയ വണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ പോകണം മക്കളുണ്ട്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ വരത്ത് വിളിച്ച് ചോദിക്കും, കവി ചത്ത എന്നൊക്കെ ചോദിക്കും. ഈ ആൾക്കാർ ഉടമ്പടി എടുത്താൽ ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഉടമ്പടി എടുത്ത കാര്യം നമ്മളുടെ മനസ്സ്, ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ വ്യക്തികളെപ്പോഴും ദൈവ സ്വഭാവം ക്രമേണ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ, അല്ല ഒടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ വീട്ടിൽ എൻ്റെ ആത്മാവ് വെട്ടിത്തിളങ്ങാൻ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധീകരണ സാഹചര്യങ്ങളോടെ ദൈവ സ്നേഹത്തോടെ സമീപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട എല്ലാ സഹന സാഹചര്യങ്ങളെയും കൃപയാക്കി മാറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, അച്ഛൻ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണില്ലേ? ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ അനുതാപം ഉണ്ടാകണം. ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ, ഈ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അനുതാപം ഉണ്ടാകണത്? ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാവും. ഈ അനുതാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അനുതാപത്തിന് ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും.
ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യും. നമ്മളെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം നിങ്ങളുടെ വഴിക്ക് വിധിക്ക് വിട്ടേക്കാം. പക്ഷേ ദൈവം അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൊടുക്കും. ഇപ്പോൾ ആൽബിൻ അങ്ങനെയാണ്. ആൽബിൻ എന്താണ്, ഇവൻ ദൈവത്തെ മറന്ന് ജീവിച്ച ആളാണല്ലേ. പള്ളിയുമില്ല, പട്ടക്കാരുമില്ല, കുടുംബപ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ഒന്നുമില്ലാതെ അത് വിളിച്ചിട്ടും പോകാതെ 6 കൊല്ലം അതിനേക്കാൾ വലുതാണ് എൻ്റെ പഠനത്തെ ദൈവമായിട്ട് ആരാധിച്ച ആളാണ്. ഭയങ്കര വിഗ്രഹാരാധകനാണ്. ഇപ്പം നിങ്ങളോർക്കും വിഗ്രഹമാണെന്ന് പറയണം വിശുദ്ധ രൂപങ്ങളെ വണങ്ങണമല്ല. ഇതൊരു സ്മരണയിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ വണക്കങ്ങൾ ആചരിക്കേണ്ടതാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പഠനം വന്നാലും, നിൻ്റെ കാനഡ വന്നാലും, നിൻ്റെ ബിസിനസ് വന്നാലും വിഗ്രഹമായി. അതാണ് വിഗ്രഹാരാധന. ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് വരണത് നീ നോക്കണം. ഇപ്പം ഞായറാഴ്ച കുർബാനക്ക് വിളിച്ചപ്പോൾ പോയില്ല. എന്താ കാര്യം? എനിക്ക് ഉദ്യോഗസ്ഥന് പഠിക്കാനുണ്ട്. അപ്പോൾ ആരാണ് ദൈവം? അവൻ്റെ പഠനമാണ് പലത് ദൈവം എന്ന് പറയണത്. അവൻ്റെ പഠനമാണ് ദൈവം. അപ്പോൾ ഈ പഠനമാണ് ദൈവം, പഠനം വഴി കിട്ടണ ഉദ്യോഗമാണ് ദൈവം, അവൻ്റെ സ്റ്റാറ്റസാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ്? അവനാണ് ദൈവം എന്ന് എൻ്റെ അർത്ഥം. കാര്യം പഠിച്ചാൽ എന്ത് കിട്ടും? ഉദ്യോഗം കിട്ടും. ഉദ്യോഗം കിട്ടിയാൽ എന്ത് പറ്റും? സ്റ്റാറ്റസ് കിട്ടും. ആർക്ക് സ്റ്റാറ്റസ് കിട്ടും? നമുക്ക്. അപ്പോൾ ആരാണ് ദൈവം? നമ്മൾ. അവനവൻ കടമയാണ് ഈ സംഭവം. അവനവനാണ് ദൈവം എന്നാണ് പറയണത്. നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് വേറെ എന്തെല്ലാം വസ്തു, വീട്, ചില ചേട്ടത്തിമാരൊക്കെ ഞങ്ങട്ടുണ്ട്. അവർ കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വരും. അച്ഛാ, ഒരു കച്ചവടം നടത്തണം, ഒരു കാശുരം വെഞ്ചരിച്ച് കാഷ് ബോക്സിൽ ഇടണം. ഞാൻ പറഞ്ഞ കാഷ് ബോക്സിലൊക്കെ വെഞ്ചരിച്ചൊക്കെ തരാം. പക്ഷേ ഈ കച്ചവടം നിങ്ങൾ അവസാനം ദൈവമാക്കരുത്. കാര്യം ഇപ്പം അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റണണ്ടേ. അവരുടെ ഒരു ചിന്ത എന്ന് പറയണത് ഒരു റോഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഭാഗത്തേക്ക്. അപ്പം നമ്മൾ കച്ചവടം കിട്ടില്ലെങ്കിൽ എലിസിക്കുട്ടി നേരത്തെ പോയി കച്ചവടം വെച്ച് പാസ്സാക്കി നാട്ടുകാരെല്ലാം ഉള്ളിയും മുളകും പുളിയൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. അവിടെ പറ്റുപടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചക്കളി ഇവിടെ വരത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് ഒരു നേരം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളേക്കാൾ 10 പൈസ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടെന്നും കടമിടണ്ടെന്നും അല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നാളെ എൽസിക്കുട്ടിക്ക് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച മുടക്കിക്കൊണ്ട് കടയും തുറന്നുകൊണ്ടിരിക്കുന്നതല്ലേ പറയണത്. മനസ്സിലായില്ലേ? ഒത്തിരി കടക്കാർ നശിച്ചു പോയതിൻ്റെ കാരണം, ഒത്തിരി പശുക്കൾക്ക് രോഗം വന്ന് ചത്തുപോയതിൻ്റെ കാരണം ഈ പാല് കറക്കാനും കറവെടുക്കാനും കുഞ്ഞുങ്ങളെ തീറ്റാനും കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടാനും വേണ്ടി കൃപയെ നിങ്ങൾ ഈട് വെച്ച് കൊടുത്തു എന്നാണ് എൻ്റെ അർത്ഥം. അവർ തിരിച്ചു വരാൻ വേണ്ടി നോൻപ് കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണമായി നിർത്തുപേക്ഷിച്ചുകൊണ്ട് ഈ അടുക്കിലേക്ക് നോമ്പുകാലത്ത് തിരിച്ചു വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കടപ്പുറത്ത് ഒത്തിരി കത്തോലിക്കർക്ക് പണി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ അടുത്ത ഇടവേള പേരൊന്നും പറയത്തില്ല, അവർ വണ്ടി പിടിച്ചോടെ തന്നെ തല്ലിച്ചും പോവും. അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഞാൻ 2ാമത്തെ കുർബാനയാണ് ചെല്ലിയത് ആ പള്ളിയിരിക്കുമ്പോൾ. അപ്പോൾ 2ാമത്തെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു 10-11 മണിയാവും പിള്ളേരുടെ കുർബാനയാണ്. അപ്പോൾ ചില ആൾക്കാർ പേരൊക്കെ ആയിരിക്കുമ്പോഴും അയാളുടെ മുഖം വരെ ഉണ്ട്. ഇന്നാളെ മരിച്ചു പോയ കക്ഷി. അപ്പം അയാൾ വന്ന് പള്ളിയുടെ വാതിക്കെ എന്ന് വെച്ച് അകത്ത് നിൽക്കുന്നവരെ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ എൻ്റെ അർത്ഥം എന്താ അറിയാവാ? ചെമ്മീൻ കടലിൽ വന്നിട്ടുണ്ടെന്നാണ്. അപ്പം തന്നെ ഇവർ മുടും കൊട്ടിക്കൊണ്ട് ഒറ്റ ഓട്ടം ഓടും പള്ളിയുടെ തിരുന്ന പാർട്ടിയെ. ഇപ്പം ആ കാലം മാറി. ഇപ്പം വിശ്വാസത്തിലാണ് ആൾക്കാർ ജീവിക്കുന്നത്. ഞാൻ 10 കൊല്ലം കടലിൽ ജോലി ചെയ്തത് ഈ ഒരു കാര്യം കാരണമാണ്. ജനങ്ങൾ പെരുന്നാളും പടയനെയും കാണിച്ച് പള്ളിയിൽ കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നവർ ജീവിക്കാം. ഇത് അവർ മാത്രമല്ല, കേരളത്തിൽ പരക്കെ ഉള്ള ഒരു പ്രശ്നമാണത്. ഇപ്പം എന്താ സംഭവിക്കാൻ? ആരെങ്കിലും ചിലർ പറയും, അപ്പം ഞാൻ പറഞ്ഞിടാ നിന്നെ ഞായറാഴ്ച കുർബാന കണ്ടില്ല. അപ്പോൾ അവർ പറയും, അച്ഛാ അരേമാർക്ക് ഭയങ്കര കോരാരെന്ന് പറയും. അരേമാരുന്ന് അരേ സമുദായത്തിൽപ്പെട്ട സംഘം, അവർക്ക് ഞായറാഴ്ച ഇല്ലല്ലോ. അപ്പോൾ അവർ മീനും കൊണ്ട് വരുമ്പോൾ അവർക്ക് നല്ല വില കിട്ടും. അപ്പോൾ ഇവനത് കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഇവനും തള്ളിപ്പോകും കുർബാനക്ക് കൂടാതെ. അപ്പോൾ ഈ പ്രലോഭനം എന്ന വഴികൾ കണ്ടില്ലേ? അപ്പോഴേ ഏതെങ്കിലും ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യസ്ഥമില്ലാത്ത ആൾക്കാർ അവർ കാണിക്കുന്ന കാട്ടായങ്ങളുടെ കൂടെ നമ്മളും ദൈവത്തെ മറന്നുകൊണ്ട് അതേ ചാവിൽ തന്നെ ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യതയുള്ള നമ്മളും കൂടി ചെല്ലുമ്പോഴേ
ഇങ്ങനെ കുറച്ച് ജീവൻ പോയി നമ്മളിപ്പോൾ ആൽബിനെ പോലെയാവും, മുറി അടച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാവും. മനസ്സിലായി? അങ്ങനെയാണ് ആൾക്കാർ ദൈവിക ജീവൻ എന്നാണ് പറയണത്. അത് നഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും ചെയ്യാതെ അങ്ങനെ ഒരു വചനമുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ